പലരും എന്താ നിങ്ങള് പട്ടിണി വരാൻ കാരണം ഈ പൊരയിലെ ദൂർത്താണ്. അങ്ങനെയാണ്. ഞാൻ എത്ര നയിച്ചു കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടും കാര്യമില്ല. മോനെ, മുനിസിപ്പാലിറ്റിന്റെ വണ്ടിക്ക് സെന്റ് വാർന്ന മാതിരിയാണ്, ഒരു ഉപകാരമില്ല. അതെന്താ, ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കൂ, അത് കഴിഞ്ഞു. എങ്ങനെ പൊരയെ കൊണ്ടുപോയി കൊടുത്താലും അവിടുന്ന് പറയും ഉപ്പില്ല, മുളകില്ല, പഞ്ചാരല്ല, അരില്ല, ചക്കരല്ല, ചക്കരപ്പൊടില്ല എന്നും ഈ വാള് കേക്കൽ എന്റെ പെരിയെന്നുള്ള. അതുകൊണ്ട് ഞാൻ നയിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിച്ച ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് അറിയോ, ഇല്ലായ്മയൊന്നും തൽക്കാലം പറയണ്ട. അവിടെ ഉള്ള ചിലപ്പോ പഞ്ചാരക്ക് വരെ ഉപ്പുള്ളെങ്കിൽ അതിട്ട് കലക്കിയിട്ട് നാരങ്ങള്ളം കൊടുത്താൽ എന്നാലും ഇല്ലാന്ന് പറയുന്നത്. കാരണം അതൊരാവേശമാണ്. എന്റെ ആ ട്രെയിനും പോയി അടുത്തും പോകുന്ന തോന്നുന്നു. ഏതായാലും ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ അവർക്കൊരു വസ്ത്രവും അവർ നിങ്ങൾക്കൊരു വസ്ത്രവുമാണ്. ചിലപ്പോ അധ്വാനിക്കാനൊക്കെ പോയി പൂളയൊക്കെ വിറ്റ് അവസാനം കിട്ടിയ കായൊന്നും വിചാരിച്ച മാതിരിയൊന്നും ഇല്ലാതെ പെരയിൽ എന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു മൂലൊക്കെ ഇങ്ങനെ കുത്തിറക്കാറ്. ഞാൻ ഇനി പോണില്ല. എന്തേ? ആ പോണി നിർത്തി. ഇന്നത്തോടുകൂടി കച്ചവടം നിർത്തി, ഏർപ്പാടും. അപ്പൊ നിങ്ങൾ പറയും ഇതിനേണ് ഞാൻ കെട്ടിക്കൊടുന്നു. അതല്ല നിങ്ങൾ പറയണ്ടേ. മനസ്സിലാ, അങ്ങനെ കുത്തിർന്നാ പറ്റും. നമ്മൾ ഈ 3 മക്കളില്ലേ, തൊള്ള കീറിയോ തിന്നാൻ തരും. നിങ്ങളെന്തിനാ ഈ ബേജാറാണ്? എന്നിട്ടോ നാളെ നിങ്ങൾ വണ്ടി എന്ത് പണി ഞാനും ഉന്തിത്തരാൻ പോരാ. എന്നിട്ട് അതിൽ പൂളങ്ങൾ എടുക്കണ പൂളെടുക്കുക, എന്നിട്ട് വിൽക്കുക. അത് വിറ്റാരും വാങ്ങുന്നു. പടച്ചോ വിചാരിച്ചോ നിങ്ങളെ പൂള വാങ്ങാൻ വരും, നമ്മളെ കുടി കരിയാവും. അത് ശരി, അത്ര ഉഷാറാനക്ക്. പിന്നെന്തിനാ ഞാൻ ഇവിടെ കുത്തിറക്കണേ? രാവിലെ തന്നെ തുണി കുപ്പായൊക്കെ മാറ്റി കുപ്പായക്കെട്ട് ഗംഭീരായി കുളിച്ച് സെന്റൊക്കെ പൂശിയിട്ട് പോവുക അതിന് പൂള വിൽക്കാൻ. അതാ ഉഷാറായിട്ട് വിറ്റ് ലാഭമായിട്ട് വരുന്നേ. നിങ്ങൾ അവർക്കൊരു വസ്ത്രവും അവർ നിങ്ങൾക്കൊരു വസ്ത്രവുമാണ്. വീട്ടിലെത്തിയിട്ട് പറയാം, മോളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്നുണ്ടാക്കിയതാണ്. ഇത് കൺമശി, ഇത് ക്യൂട്ടക്സും വാങ്ങിക്കാണ്ട് കളയല്ലേ, നമുക്ക് കഴിയാത്തോണ്ട് പറയാണ്. അതുകൊണ്ടുള്ളതൊക്കെ മതി കേട്ടോ. പേറ്റിനൂട്ടി കൊണ്ടല്ലുണ്ടാവും, ഇവിടെ ജനിച്ചിട്ടുണ്ടാവും, മുടികളയിലുണ്ടാവും, അതിനൊക്കെ സാരി അങ്ങഞ്ചത്ത് തകിയില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്ക്. അങ്ങനെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ജീവിച്ച് നിങ്ങൾ ഓരോ കരിയേപ്പിൻ്റെ ഇലൊക്കെ കുഴിച്ചിട്ട് ഓരോരോ മുളകും തേച്ചൊക്കെ കുഴിച്ചിട്ട് ഇടയ്ക്ക് ഓരോ മുളകൊക്കെ വെച്ച് വന്നാൽ അത് ദാരിദ്ര്യത്തിനൊരു സമാപനാണ്, അല്ലേ? ജോലി ഭർത്താവ് ഗൾഫിക്ക് പോയി എന്നറിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഭാര്യ വിറക് വെട്ടാൻ വേണ്ടി ഉച്ചക്ക് 1 മണിക്ക് വെട്ടെത്തിയിട്ട് പോകുമ്പോ അയലോകത്തോട് ചോദിച്ചു, എന്താണ് ഇഞ്ഞെന്തിനാച്ചു പോണേ? മൂപ്പരവിടേക്ക് എത്തിയിട്ടില്ലേ? പറഞ്ഞു, അവിടെ മണല് പണിയെടുക്കുക, ലേബർ പണിയാണ് വെയിലത്തെ. അപ്പൊ ഞാൻ ഇവിടെ പെരന്റെ ഉള്ളിൽ കുത്തിറക്കണ ശരിയല്ല, ഞാനും എന്തേലും വെട്ടാൻ പോവാൻ, വിറക് വെട്ടാൻ പോവാ. അങ്ങനെയാ ജീവിതം കേട്ടോ. കഴിഞ്ഞു പോകും. കുറേയൊക്കെ ദാരിദ്ര്യത്തിനെ പടച്ചോൻ നമ്മളെ മോചിപ്പിക്കും. നമുക്കൊക്കെ കുറഞ്ഞൊരു ശീലമൊക്കെ ഉണ്ടായി, ഒരു സന്തോഷമൊക്കെ ഉണ്ടായി. മക്കളോടും പറയാം, കടമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ മക്കളോടും കൂടി പറയണം. മക്കളോടും കൂടി അല്ലേ? സ്കൂളിൽ ഇടക്കിടക്ക് വരും രക്ഷിതാവ്, മകനോട് പറയും വാപ്പാനെ കൊണ്ടുവരണം. വാപ്പ വരും. വാപ്പ വന്നിട്ട് അവസാനം പറഞ്ഞു, ഞാനൊരു ഹോട്ടലിൽ പൊറാട്ട ഇടാം. ഓനേതായാലും ഒന്നും കൊടുന്നിട്ടില്ല, ഞാനാ കൊടുന്നു കൊടുക്കണം. അത് ഈ ഓനും വേണ്ടി ഞാൻ ഈ സ്കൂൾക്ക് ഇങ്ങനെ ആഴ്ചയിൽ ഓരോ ദിവസം 2 ദിവസം വന്നാൽ ഇഞ്ചി ഹോട്ടൽ പണി മുടങ്ങും, ഞാൻ പട്ടിണി ഇറക്കണ്ട. അതുകൊണ്ട് ഇനി ഓന്റെ വാപ്പാനെ നിങ്ങൾ വിളിച്ചരുത്. അങ്ങനത്തെ എത്ര മക്കളുണ്ട് ഞങ്ങള്. ആ മക്കളായ നമ്മളും ശ്രദ്ധിക്കുക. വാപ്പാർക്കൊക്കെ അധ്വാനിച്ചിട്ട് നമ്മളതിനൊരു ഫ്രീ ഒക്കെ കൊടുക്കുക, ചെലവൊക്കെ ഒന്ന് ചുരുക്കുക, കുറച്ചൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് ദാരിദ്ര്യത്തിൽ നിന്ന് കയറാൻ അള്ളാനോട് പ്രാർത്ഥിക്കുക, പടച്ചവനോട് ദ്വാരക്കുക. ഒന്നുമില്ല, നമ്മളെ ആ പേറ്റിനൂട്ടിക്കൊണ്ടല്ലോ ഫോട്ടോ എടുക്കലോ ഒക്കെ ഒന്ന് നിന്നാൽ മതി. എന്നാൽ തന്നെ ഒരു ആശ്വാസമാണ്. ഇതെന്തെങ്കിലും നാവുമ്പോത്തിന് അങ്ങോട്ട് സ്റ്റുഡിയോ ഒക്കെ ഒന്നായിട്ട് ഇങ്ങോട്ട് ചെന്നിട്ട് ചെരിഞ്ഞ ഫോട്ടോ, വളഞ്ഞ ഫോട്ടോ, ചാരുന്ന ഫോട്ടോ, കടലിൽ നിൽക്കുന്ന ഫോട്ടോ, അപ്പത്തിന് ഫോട്ടോ, ഇതൊക്കെ ഫ്രെയിം ആക്കിയിട്ട് ഒക്കെ റെഡിയാക്കുമ്പോത്തിന് അരി അങ്ങാനുള്ള കായ് ഒരു വക അവിടെ കഴിഞ്ഞ്, അല്ലേ? എന്നും പേറ്റിന് കൂട്ടിക്കൊണ്ടോലും കൊണ്ടരലും 50, 100, 56, 1000, 1500, 2000 ഒരു കുട്ടി ജനിച്ചുമ്പോത്തിന് അത്. പിന്നെ എങ്ങനെ 2 കുട്ടികളെ കൊണ്ട് നിർത്താവോ മനുഷ്യൻ? ഓരോരോ ആചാരം അനാചാരം ഉണ്ടാക്കി വെച്ചിട്ട് എങ്ങനെ നമ്മളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുക? ബാക്കിയുള്ളത് ചില അന്ധവിശ്വാസമുള്ള വീടും കൂടെയാണെങ്കിൽ മൂല്യന്മാർക്ക് കൊടുക്കൽ തന്നെയായി കാരണം പാടും, അല്ലേ? സ്വന്തം ഓതൂല, ഓതണമെങ്കിലോ കണ്ണ് തുറക്കണം, കണ്ണുറക്കണമെങ്കിൽ ഉറക്കമായി വേണം. അപ്പൊ മൂല്യാർ വിളിച്ച മൂല്യാർ ഇരുന്ന് പോകുന്നു. അങ്ങനെയൊക്കെ മൂല്യാരെ ഏൽപ്പിച്ച് ഈ ലോകത്തുള്ളതും എന്തായി നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ബാക്കിയുള്ള അന്ധവിശ്വാസം ഒന്നും കൂടി ഉണ്ടെങ്കിലോ, ഒരാൾ കുട്ടികളില്ലാതെ വിഷമിച്ച് ഘട്ടം നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്ന, നിങ്ങൾ വ്യാഴാഴ്ച പള്ളിക്കെന്ന് വരും, വെള്ളിയാഴ്ച ഉള്ളാളത്ത് പോകും. അതാണ് ആകെ വെള്ളിയാഴ്ച പെരയ്ക്ക് വരാനുള്ളത്. അന്ന് മുമ്പ് ഉള്ളാളത്ത് പോകും, പിറ്റത്തെ ആഴ്ച നാഗൂർക്ക് പോകും. അങ്ങനെ നാഗൂർ ഉള്ളാളോ അതുപോലെ തന്നെ ഈ അജ്മീർ വെച്ച് അങ്ങനെ നടന്നു. ഇവർക്ക് കുട്ടികളില്ല എന്നാ പരാതി. അങ്ങനെ അദ്ദേഹം അവസാനം ഒരു ദീനുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടറെ എടുത്തിട്ട് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ മക്കളില്ല, ഞാൻ
പിന്നെ അജ്മീറിലും നാഗൂറിലും മടവൂരും ഒക്കെ പോയി നോക്കി, പക്ഷെ ഇല്ല. മൂപ്പരോട് നിങ്ങൾക്ക് എന്താ പണി? അങ്ങനെ പള്ളിയിൽ നിൽക്കണം. നിങ്ങളെന്നാ പെരീക്ക് വരിക? പെരീക്ക് വരണ്ടേ വെള്ളിയാഴ്ചയും വ്യാഴ്ചയാണ്. അന്ന് ഞാൻ അജ്മീർക്കോ നാഗൂർക്കോ പോവും. അപ്പൊ അയാൾ പറഞ്ഞു, ഒഴിവുള്ള ദിവസം നാഗൂരിലും അജ്മീറിലും മടവൂരും നടന്നാൽ അത് മക്കളുണ്ടാവും, നിങ്ങൾ മര്യാദക്ക് വീട്ടിൽ ചെന്നിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കും. അപ്പോൾ അയാൾ വിചാരിച്ചു, ആദ്യം വിചാരിച്ചു ഇയാൾ മുജാഹിദാന്ന് വിചാരിച്ചിട്ടോ, എന്നാലും അയാൾ വിചാരിച്ചു പക്ഷേ പറഞ്ഞ കാര്യമാണല്ലോ അയാൾ പറഞ്ഞത്. ഇതാണല്ലോ പടച്ചോന്റെ അടുത്ത് പടച്ചോൻ പറഞ്ഞ നിയമവും വകുപ്പൊന്നും നമ്മളനുസരിക്കാൻ നടന്നിട്ട് നമ്മളിങ്ങനെ ശിർക്കും ചെയ്തുകൊണ്ട് നടന്നാൽ കിട്ടൂലല്ലോ. ഏതായാലും ബുദ്ധിപരമായ ഒരു മനുഷ്യനോട് എന്നോട് സ്നേഹം വെച്ച് പറഞ്ഞല്ലോ എന്ന് അയാൾ മനസ്സിലായി. അയാൾക്കൊന്ന് 3 മക്കളുണ്ട്. 3 മക്കളുണ്ട് അയാൾക്ക്. അതാണ്. അപ്പൊ അള്ളാഹുവിന്റെ വിധിയാണ് നമുക്ക്. അതുള്ള പൈസ ഇങ്ങനെ അവിടേക്ക് നേർച്ചയാക്കിയിട്ട് ഇവിടേക്ക് നേർച്ചയാക്കിയിട്ട് അപ്പുറത്തേക്ക് നേർച്ചയാക്കിയിട്ട് നമ്മൾ കളയാൻ പാടില്ല, അല്ലേ? നോക്കൂ നിങ്ങൾ. അപ്പൊ വിശ്വാസികളെ, പാവപ്പെട്ടവന്റെ പൈസ എങ്ങനെയാ പലപ്പോഴും പോണത്? ഒരു പുരയിലൊരുത്തം മരിച്ചു എന്ന് അറിഞ്ഞാല്, ഈ നാട്ടിലെങ്ങനെയെന്നറിയില്ല, മരിച്ചു എന്നറിഞ്ഞാൽ ഒരു ബദർപടം കെട്ട് വരലാണ്. ബദർപട എന്ന് പാടിയപ്പോ എന്താ വെച്ചാൽ ഒരു മൂല്യമാരെ പടം കെട്ട് വരികയാണല്ലോ ഓതാന്. ഇതുവരെ ഒരു വീട്ടിലെ ഒരു ബുദ്ധിമാന്ദ്യം സംഭവിച്ചൊരു കുട്ടിനെ ആരും മൈൻഡ് ചെയ്യലില്ല. അവന്റെ അയലോക്കത്തുള്ള ഒരു വീട്ടുകാരാണ് ഓനെ വിദ്യാഭ്യാസത്തിന് കൊണ്ടയാക്കി ഓനെ പഠിപ്പിച്ച് അവസാനം മങ്കടയിൽ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി മെഴുകുതിരിണ്ടാക്കണം, ചന്ദനത്തിരിണ്ടാക്കണം ഒക്കെ പഠിപ്പിച്ച് അത്രയും അവന് വിദ്യാഭ്യാസമൊക്കെ കൊടുക്കാൻ യത്നിച്ച് അങ്ങനെ ആ സഹോദരൻ മരിച്ചപ്പോ അവിടെ പിറ്റേന്ന് തുടങ്ങി മൂല്യമാരെ പട. അവിടെയുള്ള ഈ വളർത്തി അയാൾ ചോദിച്ചു, എവിടെയാണ് ഈ കൗമ ഇതുവരെ? അതാണ് തിന്നാൻ നമ്മൾ രംഗത്ത. അങ്ങനെ പാവപ്പെട്ടവന്റെ പൈസ മുഴുവൻ നമ്മൾ തിന്ന് കഴിച്ച് അങ്ങനെ ദാരിദ്ര്യമുള്ളവരെ നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തി അള്ളാഹ്ക്ക് കൊടുക്കി. അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾ സദഖ ചെയ്തോളൂ, കുഴപ്പമില്ല, അത് അള്ളാഹ് നമുക്ക് തരും. അതുകൊണ്ട് ദാരിദ്ര്യത്തിനൊരു കാരണം അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ് ഉള്ളത്. 2 ദിവസം കൊണ്ട് ചെലവാക്കി കളയാതൊക്കെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മാത്രമല്ല, നമുക്ക് സമ്പത്ത് കൊണ്ട് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകരുത്. അതാണ് നമ്മളെ മുസ്ലിങ്ങളെ കാര്യമായി തുലക്കണ ഒരു ഏർപ്പാടെന്താ അറിയങ്ങള്? എത്ര ഇല്ലാതെയാലും വേണ്ടില്ല, ഹൈവേന്റെ നടുക്കേ നമുക്ക് പെരന്നെ പറ്റും. ഉണ്ടെങ്കിലും വേണ്ടില്ല, അല്ലേലും വേണ്ടില്ല, ഹൈവേന്റെ കരുത്ത് ഒരു 2 സ്ഥലം കിട്ടിയാൽ അവിടെ എത്ര വില? അവിടെ 10 ലക്ഷം. എന്നാൽ ട്രെയിനും വേറെ എത്ര സ്ഥലത്ത് വാഹന സൗകര്യമൊക്കെ ഉള്ള ഒന്നും ഉള്ളു കൈക്കോട്ടെ. കുറെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അള്ളാന്റെ പള്ളി പിന്നെ റസൂല പറഞ്ഞിട്ടുണ്ട്, ആൾക്കൂട്ടുള്ളോടത്ത് കയറ്റിയൻ ദൗർന്ന. അത് നമ്മൾ ഏതെങ്കിലും ഒരാൾ സദക്കറിന് ഏതെങ്കിലും ഒരു മലന്റെ മുകളിൽ റബ്ബറും കൂടി മുളക്കാത്തൊരു ഭൂമി ഉണ്ടാവും, അവിടെ പള്ളി കൊണ്ടേ കയറ്റിയാൽ മലക്കുകളിനെ നേരെ ഇറങ്ങിയെന്ന് നിക്കരിച്ചു കൊണ്ടിരും. വേറൊരു മനുഷ്യൻ പെടുന്ന കയറി ചെല്ലൂല. അങ്ങനത്തോടത്തുണ്ടായി പള്ളി കയറ്റും. പേരെ അങ്ങനത്തോടത്തൊക്കെ മതി. പെരക്ക് അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. റോഡിന്റെ വക്കത്തുള്ള സ്ഥലം എടുത്തിട്ടാണ് മുസ്ലിം കൗമ പട്ടിണിയിലാണ്. ഒരു കാരണമാണത്. അപ്പൊ റോഡിന്റെ വക്കത്ത് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും ആദ്യം വിറ്റിട്ട് ഏതെങ്കിലും കാരപ്പള്ളിയോ പള്ളിയോ ഒക്കെ ഉള്ള സ്ഥലം ഉണ്ട്. അതിന്റെ അടുത്തൊക്കെ പെരെ അതിന്റെ അടുത്ത് വരെ എത്തിയാ സുബൈക്ക് ഇങ്ങനെ വന്ന് അലക്കൂലേ. അലച്ചാ നീച്ചിട്ടേ നീ ആ അലച്ചക്ക് മറുപടി കൊടുക്കുക. അതാണ് അള്ളാഹുവിന്റെ ആരാധനാലയത്തേക്ക്. അപ്പൊ അതെന്ത് ചെയ്യാ? അത് നമ്മൾ ഒരർത്ഥത്തിൽ ശ്രദ്ധിക്കുക. വീട് കയറ്റലോ നമ്മളെ മുസ്ലിം ഒരു വിശ്വാസിയുടെ പെരന്റെ പ്ലാനും ഈ നാട്ടിലെ വലിയ സെയിൽ ടാക്സ് ഓഫീസറുടെ സംസ്ഥാന സെയിൽ ടാക്സ് ഓഫീസറുടെ ഹെഡിന്റെ പ്ലാനും ഏകദേശം ഒരേ പോലെ. കാരണം വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. മൂപ്പർക്ക് ഒരു രഹസ്യ അറുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും കടലാസു രേഖയൊക്കെ ഉണ്ടാവും, നമുക്ക് അത് ഉണ്ടാവില്ല എന്നുള്ളത്. ഇതാണ് നമ്മളെ പ്ലാൻ, അല്ലേ? മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, ഈ ഉമ്മത്ത് യബ്നൂന, അവര് പൊരണ്ടാക്കും, വലാ യസ്കുനൂന, താമസിക്കാനുള്ള വിധി ഉണ്ടാവില്ല. ഇല്ല, പൊര കയറ്റാനുള്ള വിധിയെ ചമ്മക്കുള്ളൂ. മണ്ണും മണലേറ്റ് ഭ്രാന്തായി ബേജാറായി പണിക്കാര് നൈറ്റ് ഡ്യൂട്ടി, പകല് ഡ്യൂട്ടി കിട്ടിപ്പിച്ച് ഭ്രാന്തായി ചോറും ചാറും ചായയായിട്ട് മറിഞ്ഞ്, അഥവാ 2 മാസത്തെ അവധിക്ക് വന്നിട്ട് അവിടെയും മണല് അതിനുപടിയും മണല് വന്നിട്ട് ആകപ്പാടെ തെണ്ടിത്തിരിഞ്ഞ് പെരീക്ക് കൂടി പിറ്റത്താഴ്ച ബ്രോക്കർ വരും. അല്ല വെക്കുകയല്ലേ? വെക്കുക. എന്തേ കടാണ് വെക്കുക. ഇതാ നമ്മളെ വിധിയുള്ളൂ. ഉണ്ടായിട്ടൊരു പുര കയറ്റിയിട്ട് മര്യാദക്കല്ലൊരു കട്ടിലിട്ടിട്ടൊന്ന് കൂർക്കം വലിച്ചുറങ്ങാനുള്ള വിധി നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് അതിന് പറ്റണ പുര കയറ്റി കടൊന്നുമില്ലാതെ കടന്നുറങ്ങാൻ, അല്ലെ? കടന്നുറങ്ങുമ്പോ കടണ്ടായാൽ സമാധാനം ഉണ്ടാവില്ല. ഏത് ബാങ്ക് ലോണ് തരും അത് നിങ്ങൾ നോക്കണ്ട. പക്ഷേ സ്വസ്ഥമായി കടന്നുറങ്ങിയിട്ട് മയ്യത്ത് പള്ളിക്കൺ കൊടുന്നുവെച്ചാല് നിക്കരിച്ചല്ലേ? നിക്കരിച്ചല്ലേ? എന്നാ തുടങ്ങിക്കോളി, എന്നാ തുടങ്ങ. നിസ്കരിച്ചല്ലേ? അല്ല എന്തേ? അല്ല ഒന്നുമില്ല, ഓന്റെ പെരയറ്റിയ കട ആരാ ഏൽക്കുക? ഓൻ തന്നെ ഏറ്റോട്ടെ, ഞങ്ങളെ കൊണ്ടൊന്നും കഴിച്ചൂല. ചെങ്കല്ലിങ്ങനെ കൊത്തിച്ചാനു, ചെങ്കല്ലേ കൊടുന്നിട്ട് പിന്നെ അങ്ങനെ മിനുസാക്കിയാന്, പിന്നെ അതിമ വാർണിഷ് പൂശിയാനും ഓൻ തന്നെ കൊടുത്തു. ഞങ്ങൾക്കാവൂല, മാണി നീച്ച് നിസ്കരിച്ചോട്ടെ, അല്ലേ? അങ്ങനെ പറയില്ലേ? അപ്പൊ ആവശ്യത്തിനൊക്കെ മതി. ഒക്കെ നമ്മളെന്ത് ചെയ്യാ? ഒപ്പം ഒരു മീഡിയത്തിൽ കൊണ്ടുവരിക.
ഒക്കെ ഉള്ളിയിൽ ഏറ്റവും മെച്ചമുള്ളത് നോക്കണ്ട, ഏറ്റവും പരലോകത്തൊക്കെ മെച്ചമുള്ളതാക്കുക. അങ്ങനെ നമ്മളുള്ള പ്ലാനൊക്കെ ഒന്നുകൊണ്ട് ചുരുക്കിയാൽ കുട്ടികൾ ചോദിക്കുക, വാപ്പാ ബത്തക്കൻ്റെ ഒരു കണ്ടം വാങ്ങിത്തരോ വാപ്പാ, പൂതിയാണ് മക്കളെ, കടപ്പന്റെ കടം തീർന്നിട്ടില്ലല്ലോ, വലിയ ഭാര്യയായി കടപ്പയും ബത്തക്കയും എവിടെ കിടക്കണം. അപ്പൊ 23 റുപ്യക്ക് 20 റുപ്യക്കൊക്കെ ടൈല് കിട്ടും, അല്ലെങ്കിൽ അതിലേറെ ക്വാളിറ്റി കുറഞ്ഞ 17 റുപ്യന്റെ ഉണ്ട്, വാങ്ങിയിട്ടാണ് വിരിച്ചാണ്ടല്ലോ അടിച്ചു വരാൻ സുഖ. ഇത് സഹോദരിമാരിങ്ങനെ നടക്കുക. മേലെ നോക്കി നിങ്ങൾ ആരെങ്കിലും അതിഥി വന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ താഴത്തേക്ക് നോക്കണം, നിങ്ങൾ മേലേക്ക് നോക്കുക. മേലെ മറ്റേതുണ്ട്, പിന്നെ ഫാൻസി ഫാനാണ്, ബൊക്കെയാണ്. താഴത്തേക്ക് നോക്കരുത്, താഴത്ത് പഞ്ചായത്ത് റോഡ് മാതിരിയാണ് കിടക്കുകയാണ്. അങ്ങനെ എന്തേ മാർബിൾ വിരിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കണേ. അതുകൊണ്ടൊരു 15 കൊല്ലം ഇങ്ങനെ ഞരങ്ങട്ടെ. കുട്ടിന്റെ ചന്തിന്റെ തോല് പോയി, മുട്ടുംകാല് ഉരതി അങ്ങനെ നടക്കുക. ഒക്കെ പെരപ്പണി എന്താക്കിയാലും മണ്ടില്ല. ഒരു മിനിസൊക്കെ അതേമാതിരി എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ട് ഓൽക്ക് നമുക്കൊരു സമാധാനം കൊടുക്കണം വീട്ടുകാർക്ക്. അതൊക്കെയാ പോരാന്ന് പറയുന്നത് അല്ലേ? കട്ടിലെന്നൊക്കെ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ മരമൊക്കെ വെച്ചിട്ട് മോനോട് പറയാ, ഞങ്ങൾ 3-4 ആളുണ്ട്, കിടന്നാൽ കീപ്പെട്ട് കൊഞ്ഞാണത്. അല്ലാതെ കപ്പാടി ആക്കിയിട്ട് ഇതെന്താ ഈ കട്ടിലിന് വില? ഇതിന് 25,000 റുപ്യാണ്. പിന്നെ നിങ്ങൾ വന്നോണ്ട് ഇപ്പൊ 30,000 വെക്കണം. ആയിക്കോട്ടെ, നമ്മളതിന് മാത്രം കപ്പാസിറ്റി ഒക്കെ ഉള്ളതാണ്. എന്നിട്ടെന്താ കിടന്നുറങ്ങുക? എന്നിട്ട് ഇങ്ങനെ കടക്കല്ലേ, കടം കൊണ്ട് വലിഞ്ഞിട്ട് 30,000 കട്ടിൽമ കിടന്നാ ഉറക്കം വരുമോ? ഇല്ല. 2,000 കിട്ടും കട്ടില്, 1,500 കിട്ടും, കുഴപ്പമില്ല. തേക്ക് വെക്കരുത്, പ്ലൈവുഡിന്റെ ഷീറ്റ് വെക്കാൻ പറഞ്ഞാൽ മതി. എന്നാ 1,500 കിട്ടും കട്ടില്, സുഖമായിട്ട് കിടക്ക, കടണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല. വാതിൽ കൊത്തുപണി, പിച്ചളന്റെ ഓടാമ്പില എന്നൊക്കെ പറയുമ്പോ 3,500 4,000 ഓടാമ്പലക്ക് വാതിലിന് കൊത്തുപണി 25,000 റുപ്യന്റെ വാതില് 3,000 റുപ്യക്ക് 2,300 റുപ്യക്ക് ഫൈബറിന്റെ നല്ല വാതില് കിട്ടും. നല്ല വാതില് വേണ്ട 1,500 കിട്ടും, കുഴപ്പമില്ല. കടല്ലാതെ പൊരയറ്റണമെങ്കിൽ ആ പറഞ്ഞ് സമാധാനത്തോടുകൂടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അൽഹംദുലില്ലാഹ് ഹൈറായി പോയാൽ നമ്മളുടെ സമ്പത്ത് നമുക്ക് ഉപകരിക്കാം. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അനാവശ്യമായി കടം വാങ്ങി കടം വരുത്തരുത് കേട്ടോ സഹോദരന്മാരെ. കളാപ്പാന്റെ അടുത്ത് അവിടുന്ന് വാങ്ങി, മൂത്താപ്പാന്റെ അടുത്ത് ഇവിടുന്ന് വാങ്ങി, അപ്പുറത്ത് ലോണെന്ന് വാങ്ങി, ഇപ്പുറത്തുനിന്ന് വാങ്ങി, അവസാനം അവൻ ഗൾഫിലേക്ക് കടന്നു എന്ന് പറയേണ്ട ഗതികേട് നമ്മക്കാർക്കുണ്ടാകരുത്. ദാരിദ്ര്യമാണ് കടം ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യം ഉണ്ടാക്കുന്നത് സ്വന്തമാണ്. അള്ളാഹുവിന്റെ ഉത്തരവാദിത്തം ഏൽക്കൂല. എത്രത്തോളം എന്ന് വെച്ചാൽ പുറത്ത് കിടക്കുമ്പോ പുറന്തിണ്ണയി കടന്നിട്ട് എന്തെങ്കിലും കടിച്ചാൽ അവന്റെ ഉത്തരവാദിത്തം അള്ളാഹ് ഒഴിവായിരിക്കുന്നു. എത്രയാണ് ശ്രദ്ധിച്ചു നോക്കിങ്ങള്, എത്രത്തോളം ശ്രദ്ധിക്കണം. പുറന്തിണ്ണയി കടന്നിട്ടേ എന്തെങ്കിലും നമ്മളെ ശരീരത്തിന് പറ്റിയാല് അതിന്റെ ഉത്തരവാദിത്തം നിങ്ങളെ ഏൽക്കുക, അള്ളാഹ് ഏൽക്കൂല. അത്രത്തോളം നമ്മൾ ഉണ്ടാക്കി വെച്ച കടബാധ്യത കൊണ്ടുള്ള ദാരിദ്ര്യമാണ് വരുന്നതെങ്കിൽ ആ ദാരിദ്ര്യം നമ്മൾ ഏൽക്കേണ്ടി വരും. അപ്പോൾ ദാരിദ്ര്യമുണ്ടാകും, ധന്യതയുണ്ടാകും. ഏറ്റവും സുപ്രധാനമായ ധന്യത അള്ളാഹുവിനോട് ചോദിക്കുക. അതാണ് ധന്യത എന്ന് പറയുന്നത്. മനസ്സുകൊണ്ടുള്ള സംതൃപ്തി. എപ്പോ ചോദിച്ചാലും അൽഹംദുലില്ലാ, എന്താ വിശേഷമൊക്കെ? അൽഹംദുലില്ലാ. നിങ്ങളെ ഹാർട്ട് ഓപ്പറേഷൻ എന്തായി? അൽഹംദുലില്ലാ. കഴിഞ്ഞിട്ടൊന്നുമില്ല, അൽഹംദുലില്ലാ. ഇപ്പൊ വേദന ഉണ്ടോ? കുറഞ്ഞ വേദന ഉണ്ട്, അൽഹംദുലില്ലാ. അപ്പൊ ഓപ്പറേഷൻ ചെയ്താൽ വിജയിക്കുകയാൽ അൽഹംദുലില്ലാ, ചിലപ്പോ തോൽക്കുകയാൽ അൽഹംദുലില്ലാ. ഒക്കെ അൽഹംദുലില്ലാ, ഒരു പ്രശ്നമല്ല അല്ലെ? അയലോകത്ത് താമസിക്കുന്ന കൃഷ്ണേട്ടനോട് ഞാൻ ചോദിച്ചു, ഒരു 3 കൊല്ലം മുമ്പാണ്, കൃഷ്ണേട്ടാ മോളെ കല്യാണം എന്തായി? മോളെ കല്യാണം മോളിലുള്ളോ തീരുമാനിക്കട്ടെ. നോക്കിങ്ങള്, ഞാൻ വിചാരിച്ചു മൂപ്പര് പഠിച്ച മദ്രസ എവിടെയാണ്, അവിടെ നമ്മൾ 2 കൊല്ലം പോകണം, മോളിലുള്ളോ തീരുമാനിക്കട്ടെ. നമ്മളോട് ഒരാൾ ചോദിച്ചോക്കട്ടെ, അല്ല എവിടെ? അള്ളതിലൊക്കെ എല്ലായിടത്തും ഉണ്ടാവും എന്നാ പറയാ. എവിടെയെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. ബഹുമാന്യനായ ഉസ്മാൻ ഡോക്ടർ അടുത്ത് പരിശോധനക്ക് വന്ന മുത്തപ്പൻ, പ്രായം ചെന്ന ആദിവാസി കുടുംബത്തിലെ മുത്തപ്പൻ വന്ന് കാല് പഴുത്ത് കൊളായിട്ട് മേശമക്കൾ കയറ്റിച്ചു, ടോക്കണൊന്നും എടുത്തിട്ടില്ല. മേശപ്പുറത്തൊക്കെ കയറി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇത് കാല് കൊളയിക്കണം, ഇത് ചികിത്സിക്കണം എന്നാണ്. ആ ഡോക്ടർ പറഞ്ഞു, കാല് കൊളയിക്കണം, ഇവർ കയറ്റി ചൂട് ചികിത്സിക്കുക, തൂയടിക്കണം, 2 ദിവസം കിടക്കും വേണമെന്ന് പറഞ്ഞു. ഡോക്ടർ അവരുടെ ഭാഷയിൽ പറഞ്ഞു. അപ്പൊ മുപ്പര് പറഞ്ഞു, എൻ്റെ അടുത്ത് കായില്ല. ഡോക്ടർ പറഞ്ഞു, പിന്നെ തന്നാ മതി. പിന്നെ തരാ, ഞാൻ അങ്ങോട്ട് വരൂല. എന്നാ പിന്നെ എപ്പോഴേലും തന്നാ മതി. പിന്നെ എപ്പോഴേലും തരാന്ന് പറഞ്ഞാല് മുകളിലുള്ളവൻ അത് കാണും, അത് കടാവും, അതുകൊണ്ട് തരൂല. എന്നാ ഇത് തരണ്ട. എന്നാ തൂയച്ചോളി. തൂയി വെച്ചു, ചികിത്സ നടത്തി, സുഖമായി. മുത്തപ്പൻ കാട്ടിലേക്ക്, ആദിവാസി കാട്ടിലേക്ക് മടങ്ങി. മുകളിലുള്ള കടാന്റെ കണക്കിൽ എഴുതി വെക്കുന്നു. ഡോക്ടർ പരിശോധിച്ചിട്ട് വാങ്ങണ 5 റുപ്യ ഞാൻ തരാന്ന് പറഞ്ഞ ആ കടത്തിൽ എഴുതി വെക്കുന്നു. ആര്? മുകളിലുള്ളവൻ. ആദിവാസി മുത്തപ്പനാണ് അല്ലെ? എവിടെ ഏത് മദ്രസയിലാ പഠിച്ചതെന്ന് അറിയില്ല. എന്തായാലും മുകളിലുള്ളവനുള്ള വിശ്വാസം ഉണ്ട് അല്ലെ? അപ്പോ കടവും ധന്യതയും അതുപോലെ തന്നെ ദാരിദ്ര്യവും ഒക്കെ അള്ളാഹു നമുക്ക് വിധിക്കുന്നത് നമ്മളാലുള്ള കാരണം കൊണ്ടായി പോകരുത്.